ഇന്ന് നമ്മളൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കാൻ പ്ലാൻ ചെയ്തതല്ല, എന്നാലും പിന്നെ പെട്ടെന്ന് വിചാരിച്ചെടുത്തേക്കാന്നല്ലേ. അതെ, ഞങ്ങളുടെ രീതി നിങ്ങളെ കൂടെ കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെ വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അതെ, നമ്മൾ ഇനിയിപ്പം എടുത്തതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാൽ ഇഡ്ഡലി കൂട്ടാത്തിനകത്തോട്ട് അടച്ചോ. ഇത് 4 കുളിക്കട്ടോ. ഇത് വെന്ത് കേട്ടോ. നമുക്ക് 5 മിനിറ്റ് മതിയല്ലേ അമ്മ? പെട്ടെന്ന് വേഗം. ഒരുപാട് റബ്ബർ പോലെ ആയിപ്പോ. ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതെ, സ്വർണ്ണത്തിൻ്റെ വരെയുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തോ. എത്ര വെച്ചുള്ളി എടുത്തതാണോ? നമുക്ക് ഒരു അളവിന്, കാരണം ഓരോരുത്തർക്ക് ഗ്രേവിക്കും മസാലയ്ക്കും ആവശ്യമുള്ളതൊന്നും എടുക്കണം. അല്ലാതെ ഇങ്ങനെ കണക്കൊന്നുമില്ല. ഞാനൊരു 10-15 കൊച്ചുള്ളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു 10 സവോളയുണ്ട്, അതൊക്കെ അങ്ങോട്ട് ഇട്ടേക്കാം. നമുക്ക് ഒന്നിച്ചങ്ങ് എല്ലാം കൊണ്ട് 10 സവോള, പച്ചമുളക് 2-3 എണ്ണം, തക്കാളി എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിട്ടു. തക്കാളി ഇച്ചില്ല, ബാക്കിയൊക്കെ എല്ലാം ഇടാം. കുറച്ച് പൊടി പെട്ടെന്ന് വഴയാൻ വേണ്ടിയിട്ട്. കൊച്ചിനൊരു അധികം വേണ്ട, നമുക്കും അങ്ങനെ തന്നെ. അതുകൊണ്ട് കുറച്ച് ഒക്കെ ഇതിട്ടിട്ടുള്ളൂ. കുറച്ച് ഒരു സ്പൂൺ ഇത് മല്ലിപ്പൊടി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് ഇടുന്നത്. ഈ ഒരു ഗോൾഡൻ ലൈറ്റ് കളർ ചേഞ്ച് ആകുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ടേക്കാം. നമുക്ക് പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല, ഒരുപാട് ഇടരുത്. എല്ലാം കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വരട്ടാം. പിന്നെ ഈ മുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം മതി. പിന്നെ ഒരിച്ചിരി കറിവേപ്പില ഇട്ട് ഇടാം. ബാക്കി ലാസ്റ്റ് നമുക്ക് എന്താ ഗൈസ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഗൈസ് പറയൂ ഗൈസ്. ഇത് കൂന്തൽ റോസ്റ്റ്. ചപ്പാത്തിയാണ്. ഓക്കെ, ചപ്പാത്തി ഒന്നുമല്ല, നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നമുക്ക് നല്ല കളറൊക്കെ മാറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തോട്ട് നമ്മൾ എന്താ ഇടുന്നത്? കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂന്തൽ. എന്നിട്ട് അത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളം ചൂടാക്കി അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിക്കെടുത്ത ഒന്നും വെള്ളം നല്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തില്ലേ അല്ലേ? നല്ല വെളിച്ചെണ്ണ, കറിവേപ്പില ഇട്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി. ഫൈനൽ ടച്ച്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയത് നോക്കാം. എടുത്ത് ചൂടാക്കിയിട്ട് ഇപ്പം അരപ്പടി കൂടെയാണ്. എനിക്ക് ഗ്രേവി നല്ലതാണ്. എനിക്ക് ഇച്ചിരി കൂടെ ഉപ്പ് വേണം. വേണ്ട, തേങ്ങാക്കൊത്ത് നല്ല ഒരു നമ്മൾ തേങ്ങാപ്പാൽ വേണമെന്നുള്ളൂ. അതെ, ഒന്ന് തിന്നോട്ടെ. ടേസ്റ്റ് നോക്കിയിട്ട് പറ. ചൂടാണ്, ടേസ്റ്റ് നോക്ക്. എങ്ങനെയുണ്ട്? കാണിക്കാം അമ്മക്ക് എങ്ങനെയുണ്ടെന്ന് പറ. അടിപൊളിയാ.